ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുജാസ് ഡെയിലി ഡാസിൽ. സോ ഇന്ന് നിങ്ങളുടെ സിന്ധുജ നിൽക്കുന്നത് ഒരു റോട്ടിൻ്റെ സൈഡാണ്. ഇതൊരു ശനിയാഴ്ച ദിവസമാണ്. കഴിഞ്ഞ ശനിയാഴ്ചക്ക് നടന്നൊരു സംഭവമാണ്. ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അത്യാവശ്യം നല്ല ചൂടാണ്, നമ്മുടെ വേണ്ട ചൂടറിയാം. സോ ജാക്കറ്റ് പിന്നെ എല്ലാ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ സജീവമായിട്ട് കിടക്കുന്നത്. എൻ്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം, വെരി ബോധമാണ്. എൻ്റെ സ്കിന്നിനെ പറ്റിയൊക്കെ ഞാൻ ഭയങ്കര കോൺഷ്യസാണ്. സോ ഞാൻ റോഡ് കടന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്ലോഗ് മൊത്തം കാണുക. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്തേക്കാണെങ്കിൽ ഒരു സംഭവമാണ്. ചേട്ടാ, ഇതിൻ്റെ ആള് ആക്ച്വലി ഗാർഡനിലെ ചേട്ടൻ അപ്പുറത്ത് വരുന്ന ആ ചേട്ടനാണ്. അപ്പുറത്ത് ദാഹിച്ച് സർബത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന വെയിറ്റിങ്ങിലാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നിവിടെ 2 ചെടിയുടെ തൈ ചോദിച്ചിരുന്നു. കാരണം ഇത്തവണ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ചെടികളായിരുന്നു. മൈലാഞ്ചിയും വന്നു. അന്ന് ഞാൻ മൈലാഞ്ചിയിൽ എന്ന് വരും. കവറുണ്ടോ? ഇവളാണ് നമ്മുടെ താരവി വ്ളോഗിൻ്റെ കാറ്റിയ, കണിക്കൊന്ന എന്ന് പറയുന്ന ഇടയ്ക്ക്. ഈ വിഷുവിന് ഒരുപാട് പൂത്ത് പോയിട്ട് ഇത് ഇല ഇങ്ങനെ ഡാമേജ് ആവാത്തത് അങ്ങനെ ഞാൻ കണിക്കൊന്ന മോളെ മേടിച്ചു ആ ഗാർഡനിൽ നിന്ന്. ഈ വിഷുവിന് ഭയങ്കരമായിട്ട് പെട്ടുപോയി ഡിയോസ്. ഒരു കണിക്കൊന്നയുടെ പൂ കിട്ടി എനിക്ക് ഓട്ടോച്ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന്. പക്ഷെ എന്നാലും വളരെ ടാസ്ക്കായിരുന്നു. സോ ഇത് നമ്മുടെ സാക്ഷാൽ കണിക്കൊന്നയുടെ പ്ലാന്റ് തൈയാണ്. കഴിഞ്ഞ വിഷുവിന് ഈ വിഷുവിന് നമ്മൾ ഒരുപാട് പാടുപെട്ടു ഒരു കണിക്കൊന്ന സംഘടിപ്പിക്കാൻ. പിന്നെ ഇതോ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാം, അവിടെ ഉണ്ട് ആ മഞ്ഞയായിട്ട് കാണുന്നത്. അത് എൻ്റെ പ്രോപ്പർട്ടി അല്ല, ഇറ്റ്സ് മൈ നെയ്ബേഴ്സ് പ്രോപ്പർട്ടി. പക്ഷെ അവരൊരു പൂ പോലും തന്നില്ല. നമ്മൾ ഹിന്ദുസായിട്ട് പോലും എന്നുള്ളതാണ് സങ്കടകര അവസ്ഥ. പക്ഷെ പോട്ടെ, സാരമില്ല. ഞാൻ നമുക്കായിട്ടൊരു തൈ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്നിവിടെ എവിടെയെങ്കിലും നടും. നട്ടതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. സോ അടുത്ത വിഷുവിന് നമ്മൾ ആരുടെയും മുമ്പിൽ ചെന്ന് കൈ നീട്ടുണ്ടല്ലോ, പൈസയ്ക്ക് പോലും പൂ മേടിക്കേണ്ട. ഇത് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാം. ആർക്കെങ്കിലും ട്രിവാൻഡ്രത്തിനകത്ത് കൊന്നയുടെ ആവശ്യം അടുത്ത വിഷുവിനുണ്ടെങ്കിൽ, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇൻസ്റ്റയിലോ സോഷ്യൽ മീഡിയയിലോ ഞാൻ തന്നിരിക്കും. സോ അത്രയേ ഉള്ളൂ നമ്മുടെ കണിക്കൊന്ന പർച്ചേസിങ് വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണാം നടലും കാര്യങ്ങളും. ബൈ. ഞാൻ എൻ്റെ കുച്ചിപ്പുടി പ്രാക്ടീസ് സെഷനൊക്കെ കഴിഞ്ഞ് വന്ന കോലത്തിലാണ് നഴ്സറി പോയി മേടിച്ചത്. അതാണ് ആ പ്രാക്ടീസ് സാരി. അങ്ങനെ ഞാൻ നമ്മുടെ കൊന്നത്തൈ നട്ടിട്ടുണ്ട്, നടിയിപ്പിച്ചു. എൻ്റെ ഡാഡിയാണിത് നട്ടത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫാദർ. ആ നടന്ന വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ഇത് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഇത് പൂക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിഷുവിന് ഞാൻ നമ്മുടെ കുറേ ഓട്ടോ ചേട്ടന്മാർ കണിക്കൊന്ന പൂ ഒരു കൊത്തിന് 100 രൂപയെന്ന് പറഞ്ഞ് വിറ്റിരുന്നു. അവിടെ നിന്നാണ് ഞാൻ പോയി മേടിച്ചത്. സോ ഇത് പൂത്ത് വരുമ്പോൾ ഒരു ഐശ്വര്യം തന്നെയാണ് നമുക്ക് കാണാൻ. നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ നിങ്ങളിത് നട്ട് പിടിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു ചെടിയും കൂടെ ഉണ്ട്, അത് അടുത്ത വ്ളോഗിൽ ഞാൻ കാണിക്കാം. ഇത് നട്ട് പിടിപ്പിക്കുന്നത് എൻ്റെ അച്ഛൻ നല്ല കോലത്തിലായിരുന്നു, ഷർട്ടൊന്നും ഇല്ലാതെ. സോ എനിക്കത് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ ഒരു പ്രൈവസി ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ എടുക്കാത്തതാണ്. സോ എൻ്റെ ഈ കണിക്കുന്ന നടൽ വ്ളോഗ് അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കലും വാങ്ങൽ വ്ളോഗും ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വ്ളോഗിനെ കാത്തിരിക്കുക. അടുത്ത ചെടിയുടെ നടലുമായി അടുത്ത വ്ളോഗിൽ പാക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ബൈ. ഇതോ എൻ്റെ പുറകെ നേരത്തെ സൂം മേടിച്ച് കാണിച്ച് കുഞ്ഞാളായിട്ട് അവിടെ നിൽക്കുന്ന ആ ചെടി, അത് തന്നെ ആശാൻ. നേരത്തെ ഞാൻ എൻ്റെ കുച്ചിപ്പുടി പ്രാക്ടീസ് ഡാൻസ് അരിയിലായിരുന്നു. കുച്ചിപ്പുടി ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ജാക്കറ്റൊക്കെ ഇട്ടിരുന്നു. ഇപ്പം നല്ല ചൂടാണ്. സോ ആ വഴി ഇട്ടതാണ് നിങ്ങൾ കണ്ടത്.
ഇപ്പം ഞാൻ മോഹിനിയാട്ടത്തിൻ്റെ പ്രാക്ടീസ് സെഷന് പോകുന്നു. സോ അതിന് മുമ്പ് ഈ ചെടി നടിയലൊക്കെ കഴിഞ്ഞു. സോ അത് ഞാൻ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വ്ളോഗ് പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. എല്ലാവരും കണിക്കൊന്ന ഇതുപോലെ മേടിച്ച് നടുക. കണിക്കൊന്നയും പൂവും കിട്ടാൻ പ്രയാസമുള്ള ആൾക്കാർ ട്രിവാൻഡ്രത്തിലാണെങ്കിൽ സിന്ധുജ ദ ഡെയിലി ഡാസിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വിഷുവിന് ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് എത്തിക്കും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം സിന്ധുജ, വേറെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ മെസ്സേജ് ഇട്ടോളുക. ഓക്കെ, ബൈ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.